ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സമാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബ് പവിത്രവും പരിശുദ്ധവും പരിഭാവനവുമാക്കിയ പരിശുദ്ധ റമളാൻ, അതിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ വിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കാര്യബോധം കാണിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹിജറ വർഷം 9-ാം മാസത്തിലെ റമളാൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരനാകുന്ന റമളാൻ ഇതാ നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ വസന്തകാലമാണ് റമളാൻ. എങ്ങും എവിടെയും ആത്മീയ ആനന്ദത്തിൻ്റെ അലതല്ലൽ, എല്ലായിടങ്ങളിലും വല്ലാത്ത മതപരമായ ഉത്സാഹവും സൽക്കർമ്മങ്ങളോട് അങ്ങേയറ്റം ആഭിമുഖ്യം കാണിക്കുവാനുള്ള മനസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുമായി നിരന്തരമായുള്ള ബന്ധവുമൊക്കെ നമ്മുടെ ഈ സമയത്ത് നേടിയെടുത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസത്തിനകം ജീവിതം പറ്റേ മാറ്റത്തിന് വിധേയമാക്കി വിശുദ്ധ റമളാൻ പരിസരത്ത് നിന്ന് ഓടി അകലുന്ന കാപഢ്യം വരാതിരിക്കുവാനുള്ള സൂക്ഷ്മതയാണ് തീർച്ചയായും ഈ സമയത്ത് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ റമളാനിക ജീവിതം അഥവാ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് അവൻ വരാനിരിക്കുന്ന ജീവിതത്തിൽ സൗകര്യപ്പെടുത്തുന്ന സ്വർഗലബ്ധിക്ക് വേണ്ടിയാണ് എന്ന് റമദാനിന് ശേഷവും നമുക്ക് തെളിയിക്കാൻ കഴിയണം. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു സീസൺ അനുസരിച്ച് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമ്മുടെ പരലോക ജീവിത രക്ഷയെ ബാധിക്കുന്നതാണ്. ഈ ഒരു ജീവിതം നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമുണ്ട്. അതൊരു പ്രത്യേക മാസത്തിൽ മാത്രം പരിമിതപ്പെടുത്തി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നിർബന്ധ നോമ്പല്ലാത്ത എല്ലാ കർമ്മങ്ങൾക്കും തുടർച്ചയുണ്ടാകണം. ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ എന്ന് തുടങ്ങുന്ന സൂക്തം, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഇവാലുവേഷൻ നടത്തുകയും ചെയ്യാം. വീണ്ടും അല്ലാഹു ആവശ്യപ്പെടുകയാണ്, വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സൂക്ഷ്മമായി വിലയിരുത്തുന്നവനാണ്. എന്നിട്ട് തുടർന്നു വരുന്ന ആയത്തിൽ അല്ലാഹ് പറയാം, അതാണ് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ എടുക്കേണ്ടത്. വലാ തകൂനു, നിങ്ങളായി തീരരുത്, കല്ലദീന നസുല്ലാ, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത്. റമദാൻ കഴിഞ്ഞാൽ, ശവ്വാൽ അമ്പിളി കണ്ടു കഴിഞ്ഞാൽ, പെരുന്നാളിൻ്റെ ആഘോഷ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കം നടത്തിയാൽ, വലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന നസുല്ലാ, അല്ലാഹുവിനെ മറന്നവരെ പോലെ, ഫൻസാഹും അൻഫുസഹും, അങ്ങനെ അല്ലാഹുവിനെ മറന്ന രൂപത്തിൽ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഫൻസാഹും അൻഫുസഹും, അവർ അവരെ തന്നെയാണ് മറക്കുന്നത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, തീർച്ചയായും അക്കൂട്ടർ തെമ്മാടികളാണ്, തോന്നിയവാസികളാണ് എന്നല്ല പറയാൻ. അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമദാൻ അവസാനിച്ചാലും നമ്മുടെ ഈമാനും തഖ്വയും സൽക്കർമ്മ ബോധവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള അടുപ്പവും അവസാനിക്കാൻ പാടില്ല. എല്ലാ സമയത്തും അത് നിലനിൽക്കാൻ പാകത്തിലുള്ള ഒരു നിലവാരം തുടർന്നുള്ള മാസങ്ങളിലൊക്കെ ഉണ്ടാകണം. ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ റമദാനിന് ശേഷം ഉണ്ടാകാൻ പോവുകയാണ്. അത് പറയേണ്ടി വരുന്നതിൽ അങ്ങേയറ്റം പ്രയാസമുണ്ട്. പക്ഷേ മതപരമായി അതിൻ്റെ ഗൗരവം ആലോചിക്കുമ്പോൾ പറയാതിരിക്കാനും നിർവാഹമില്ല. രണ്ട് വിഭാഗം ആളുകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് മുനാഫിഖുൻ മുസ്ലിമാണ്, മുസ്ലിമായ മുനാഫിഖ്, മുസ്ലിമായ കപട വിശ്വാസി. മറ്റൊരു വിഭാഗം മുസ്ലിമുൻ മുത്തഖി, സൂക്ഷ്മത പാലിക്കുന്ന മുസ്ലിമാണ്. ഇതിൽ നമ്മളും മക്കളും ഇസ്ലാമിക സമൂഹവും വിശ്വാസികളും ഏത് ടീമിൽ അണിനിരക്കണം എന്ന് നമുക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. അതിൻ്റെ ഉദാഹരണം ലളിതമായി പറയാം. നമ്മുടെ റമദാനിൽ സുബൈ ജമാഅത്തിന് പങ്കെടുത്തു. റമദാൻ കഴിഞ്ഞാൽ സുബൈ ജമാഅത്തിന് നമ്മൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ മുസ്ലിമുൻ മുനാഫിഖ് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ വരിക. കാരണം മുനാഫിക്കുകളായ ആളുകൾക്ക് പങ്കെടുക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്ന നമസ്കാരം സുബഹി ആയിരുന്നു എന്ന്. എന്നാൽ നമ്മൾ റമദാനായ സമയത്ത് സുബഹിക്ക് പ്രത്യേകമായി പങ്കെടുത്തു, റമദാനിന് ശേഷം പങ്കെടുക്കുന്നില്ല. അപ്പം നമ്മുടെ ഇസ്ലാമിക ബോധം റമദാനിലേക്ക് മാത്രമാണ്. സുബഹി നമസ്കാരവും ജമാഅത്ത് നമസ്കാരങ്ങളും റമദാനിൽ മാത്രമാണോ വിശ്വാസി സമൂഹത്തിന്, വിശിഷ്യ പുരുഷന്മാർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ സംഘടിതമായി നിർവഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ നമ്മൾ അതിൽ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിഫാഖ്, കാപട്യം കലർത്തുന്ന അവസ്ഥയുണ്ടാകും. അതുണ്ടാകാൻ പാടില്ല.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് 16-ാം സൂക്തം, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മനസ്സിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ സമയമായില്ലയോ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. ഈ കാലവും ലോകവും സമൂഹവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ജീർണതകളും സാമൂഹിക അരാജകത്വങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആശ്വാസം, റമളാനിലെ ഇസ്ലാം പാഠശാലയിൽ പ്രവേശിച്ചതോടുകൂടി വലിയ തിന്മയെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള നോമ്പെന്ന പരിചയിലൂടെ തഖ്വയിലേക്ക് എത്തിയ വിശ്വാസിനിയാണ് ഞാൻ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ സന്ദർഭങ്ങളിലൊക്കെ ഇനിയും തിന്മയുടെ സാധ്യതകളും സാഹചര്യങ്ങളും വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ പാകത്തിലുള്ള മനസ്സെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹറാമാക്കി നിശ്ചിത സമയത്തേക്ക് ഭക്ഷണവും ലൈംഗികതയും എങ്കിൽ ഇനി അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എവർ ലാസ്റ്റിംഗ് ലൈഫ്, ജീവിതത്തിൽ ഉടനീളം നിഷിദ്ധമാക്കി എല്ലാത്തിനോടും നിഷിദ്ധം പ്രഖ്യാപിക്കാൻ എനിക്ക് സാധിക്കും, അതിൽ സംശയം ഏതുമില്ല എന്ന് നമ്മെ തന്നെ ബോധിപ്പിക്കേണ്ട സമയമാണിത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഒരു മാസത്തോളമുള്ള അള്ളാഹുവിനെ അടുത്തറിയുന്ന റമളാൻ പരിശീലനം, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം, നോമ്പ് അനുഷ്ഠിക്കലും തറാവീഹ് നമസ്കരിക്കലും, അതേപോലെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതുപോലെ ദാനധർമ്മങ്ങളും സക്കാത്ത് നിർവഹണങ്ങളും ഒക്കെയായി ഇസ്ലാമിക ജീവിതത്തിന്റെ A to Z പ്രയോഗവൽക്കരിച്ച് പടച്ച റബ്ബിലേക്ക് പാഞ്ഞെടുത്ത പാപമോചനം തേടിയ നമ്മൾ, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്, അവതരിക്കപ്പെട്ട സത്യത്തോടും അഥവാ അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലേക്കും നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ, മുമ്പ് നശിച്ചു പോയ ഊത്തുൽ കിതാബ് അഹ്ലു കിതാബിന് സമാനമായി നിങ്ങൾ മാറരുത്. അവരിങ്ങനെ നന്നാകാൻ ഇനിയും ടൈമുണ്ടല്ലോ. റമളാൻ കഴിഞ്ഞാലും അടുത്ത റമളാൻ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് റമളാൻ അങ്ങ് കഴിഞ്ഞാൽ ഡിസോർഡർ ആയാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആരൊക്കെ ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. റമളാനിന്റെ ആദ്യത്തെ 10 ഒന്നാമത്തെ നോമ്പിലും രണ്ടാമത്തെ നോമ്പിലും നമ്മുടെ കൂടെയുള്ള പലരും ഈ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് പല ആളുകളും. ഫത്വാല അലൈഹിമുൽ അമദു, നമ്മൾ വിചാരിക്കും ഇനിയും നന്നാകാനൊക്കെ അവസരമുണ്ട് എന്ന്. പക്ഷെ ഡേറ്റ് അങ്ങനെ പോകും. നന്നാകാനുള്ള അവസരത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കൂല, അതിന് തുടർച്ചയുണ്ടാക്കൂല. ഫഖസ്സത്ത് ഖുലൂബുഹും, അങ്ങനെ ഹൃദയങ്ങൾ കനത്തു പോകുന്ന കഠിനമായി തീരുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടും. ജമാഅത്ത് നമസ്കാരങ്ങളോടൊക്കെയുള്ള ഗൗരവം ഇല്ലാതായി തുടങ്ങും. വിധിവിലക്കുകളൊക്കെ വ്യതിചലിച്ചു പോകുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന രംഗങ്ങൾ ഉണ്ടാകും. വകസീറും മിൻഹും ഫാസിഖൂൻ, വീണ്ടും അതാ അധർമ്മങ്ങളിലേക്ക്, തെറ്റുകുറ്റങ്ങളിലേക്ക്, വഴിവിട്ട ജീവിതത്തിലേക്ക് അങ്ങനെ മെല്ലെ മെല്ലെ നടന്നെടുക്കുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 92-ാമത്തെ ആയത്ത്, ഒരു സ്ത്രീ കയറുണ്ടാക്കുകയാണ്. നൂല് കൊണ്ട് അങ്ങനെ കയറ് പിരിച്ചു ഉണ്ടാക്കി ഉറപ്പോടെ നൂൽ നൂറ്റ ഒരു സ്ത്രീയുടെ ഉദാഹരണം. വലാ തകൂനു, നിങ്ങളായിത്തീരരുത്, കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, കല്ലത്തി നഖലത്ത് ഗസ്ലഹ, അഥവാ ആ കയറിന്റെ ഇഴ പിരിച്ചു കളഞ്ഞവളെ പോലെ. രാവിലെയായി വൈകുന്നേരം വരെ കയറുണ്ടാക്കുകയാണ്. വ്യത്യസ്ത നൂലുകളൊക്കെ ചേർത്ത് പിരിച്ച് ഉണ്ടാക്കി ടൈറ്റാക്കി ഖുവ്വത്തൻ ശക്തിപ്പെടുത്തി. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്ക് പിന്നെ അത് ഉടച്ച് ഇഴവിരിച്ച് കളയുകയാണ്. ആറാണത്ത് ഭ്രാന്തനെ പോലെ കയറ്റി കൊണ്ടുപോയി അവിടുന്ന് താഴേക്കിടാൻ, പിന്നെയും അങ്ങനെ കയറ്റി കൊണ്ടുവരാൻ. ഇതേ രൂപത്തിൽ ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളമൊഴിക്കുന്നത് പോലെ ഒന്നുമല്ലാതായിത്തീരരുത്, ചെയ്ത കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന്. അപ്പൊ ഇസ്തിഖാമത്ത്, നേരെ ചൊവ്വേ നിലക്കൊള്ളുന്ന നിലപാടുണ്ടാകണം. ഇസ്തിംറാർ, ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് കണ്ടിന്യൂറ്റി, തുടർച്ചയുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല, പ്രവാചകന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ പറയുക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, പടച്ച റബ്ബിലേക്ക് പ്രിയങ്കരമായി തീരുന്ന കർമ്മം ഏതാണ്? അദ്വമുഹു, പതിവാക്കുന്ന, ശീലമാക്കി തീർക്കുന്നതാണ്.
വയിൻ കല്ല, ഇനി കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇഷ്ടം എന്ന് പറയാം. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിനാണ്. നമ്മളിപ്പോൾ റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ, റമദാനിന്റെ മുമ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞ പല കർമ്മങ്ങളും നമ്മൾ ശീലിച്ചു. അതിൽ നിർബന്ധ കർമ്മങ്ങളിൽ കൂടുതൽ നിഷ്കർഷയുണ്ടായി. അഡീഷണലായി സുന്നത്തായ കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി സജീവമായ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റമദാൻ കഴിഞ്ഞാൽ ഒന്നൊന്നായി കുറഞ്ഞു പോകലല്ല, അതിന്റെ ഒരു കുറഞ്ഞ രൂപത്തിലെങ്കിലും നിർവഹിക്കുന്ന ശീലം നമുക്കുണ്ടാകണം. അതിനെന്താ ചെയ്യേണ്ടത്? റമദാനിൽ നമ്മൾ നിർബന്ധ നോമ്പ് അനുഷ്ഠിച്ചു. ഇനി 30 ദിവസത്തെ ഒരു മാസം 30 നോമ്പ് എന്ന നിലക്ക് നമുക്കില്ല, നിർബന്ധ നോമ്പില്ല. എന്നാൽ നമുക്കതിന് തുടർച്ചയുണ്ടാക്കണം, ഐച്ഛിക നോമ്പിലൂടെ, സുന്നത്ത് നോമ്പിലൂടെ. അപ്പൊ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ പരിശീലനം, സുന്നത്ത് നോമ്പിന്റെ തുടക്കം, അതിന്റെ അവസരം അള്ളാഹു നൽകുകയാണ്. അൻ അയ്യൂബി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ റമളാന, ആരാണോ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചത്, സുമ്മ അത്ബഅഹു, പിന്നെ തുടരുകയാണ്, സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6 നോമ്പ് നോൽക്കുകയാണ്, ഫദാക സിയാമുദ്ദഹിരി, എങ്കിൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തത് പോലെയാണ്. അപ്പോൾ റമളാനിൽ ഒരു മാസം നോമ്പ് പറ്റു, അതിനുശേഷം 6 നോമ്പ് ശവ്വാലിൽ നിന്നും പിടിച്ചു, എങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് സമാനമായി തീരുന്നു എന്ന്. അപ്പൊ നിർബന്ധ നോമ്പിന് ശേഷം നോമ്പ് എന്ന അനുഷ്ഠാന കർമ്മത്തെ, അതിന്റെ ഇസ്തിമ്രാർ, തുടർച്ചയ്ക്ക് വേണ്ടി എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ഘാടനം ശവ്വാലിലൂടെ നടക്കുകയാണ്. പിന്നെ ആ ശവ്വാലിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? കുടുംബത്തിൽ ചർച്ച ചെയ്യണം, മക്കളും നമ്മളും ഒക്കെ ധാരണയിലെത്തണം. പുതിയ കാലമാണ്, മനസ്സ് പതറിപ്പോകുന്ന കാലമാണ്. മനുഷ്യന്റെ പുറം നന്നാകുകയും അകം അങ്ങേയറ്റം മോശമായി കേടായി തീരുകയും ചെയ്യുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ നോമ്പ് അനിവാര്യമാണ്. ഒരു മനസ്സടക്കവും അച്ചടക്കവും ലഭിച്ചത് ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി മനസ്സിനെ, ഇച്ഛകളെ നിയന്ത്രിച്ച തസ്കിയത്ത് നേടിയെടുത്തതിലൂടെയാണ്. അതുകൊണ്ട് അതിനടുത്ത റമദാൻ വരെ കാത്തിരിക്കുന്ന രീതി ആയിരിക്കരുത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട്. ഓരോരുത്തരും അവരുടെ ഈമാനിക നിലവാരം അനുസരിച്ച് ആഴ്ചയിൽ ഒരു നോമ്പെങ്കിലും നോൽക്കുന്ന ശീലത്തിലേക്ക്, അതാണ് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹു, പടച്ചറബിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം പതിവാക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു തിങ്കളാഴ്ച സെലക്ഷൻ നടത്തി നമ്മുടെ വീട്ടിലെല്ലാവർക്കും നോമ്പുണ്ടാകുന്ന ഒരു ചുറ്റുപാട് നമുക്ക് സൃഷ്ടിക്കാവുന്നതാണ്. അതാണ് നോമ്പുമായി ബന്ധപ്പെട്ട അതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റമദാനിൽ വിശുദ്ധ ഖുർആനുമായി നമ്മൾ നല്ല ബന്ധം പുലർത്തി. ചില ആളുകൾ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അവരവരുടെ ഈമാനും ഇതൊരു തൗഫീഖുമാണ്. പക്ഷേ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയവും പരിശ്രമത്തിന്റെ അളവും ഞാൻ പറയാതെ തന്നെ നമ്മളെല്ലാം അനുഭവസ്ഥരാണ്. പക്ഷേ തറാവീഹ് നമസ്കരിക്കുമ്പോൾ ആവർത്തിച്ച് 9ാമത്തെ റക്അത്ത് എത്തുമ്പോൾ ഇമാമിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, നിങ്ങൾ ദുനിയാവിനോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, പക്ഷേ മരിച്ചു പിരിഞ്ഞാൽ നിങ്ങളുടെ ദുനിയാവ് അവസാനിച്ചു, പിന്നെ അനശ്വര ലോകാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നത്. അപ്പൊ അവശേഷിക്കുന്ന പരലോകത്തിന് വേണ്ടി നിരന്തരമായ കർമ്മം, അതിൽ ഖുർആനിന് സ്ഥാനം കൊടുക്കുക. റമദാനിന് പരിഗണന കൊടുത്തു. 10ഉം 15ഉം 20ഉം 25ഉം ജുസ് ഓതി തീർത്ത ആളുകൾ, അതല്ലെങ്കിൽ ഖത്മുൽ ഖുർആൻ, ഈ റമദാനിലൂടെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി 6000-ൽ പരം ആയത്തുകളും 114 അധ്യായങ്ങളും 30 ജുസുകളും പാരായണം ചെയ്ത് പൂർത്തീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് മംഗളം. അവർ വലിയ പ്രതിഫലമാണ് നേടിയെടുത്തത്. അതെങ്ങാനും നിർണയത്തിന്റെ രാവിലാണെങ്കിൽ 83 വർഷം 4 മാസം 11 ദിവസം 83 വർഷത്തിലധികം പാരായണം ചെയ്ത ഒരായത്ത നിർണയത്തിന്റെ രാവിലെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഖുർആനിനോട് നമ്മൾ ബന്ധം പുലർത്തിയെങ്കിൽ ഇനി നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിന് സ്ഥാനം കൊടുക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഒരു ജുസ് തീർത്തിട്ടുണ്ട്, പക്ഷേ ഇനി ജീവിത തിരക്കുകൾക്കിടക്ക് ഒരു ജുസ് തീർക്കാനുള്ള സന്മനസ്സും സഹനവും എനിക്കുണ്ടാകണമെന്നില്ല. പക്ഷേ ഞാൻ പാടെ മാറി നിൽക്കുകയില്ല. മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ഒരു പേജെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുന്ന ഹാബിറ്റ്, ആദത്ത്, ശീലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. മഗ്‌രിബിന് ശേഷം ഖുർആൻ ഓതണം നമ്മുടെ വീടുകളിൽ. പിശാചിനൊക്കെ ഓടിക്കാൻ കഴിയണം. ഇന്ന് വീടുകളിൽ എന്താ നടക്കുന്നത്? പിതാക്കന്മാര്, രക്ഷിതാക്കൾ വീട്ടിലേക്ക് വന്നാൽ
ഇന്നാലില്ല എന്ന് ചൊല്ലേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എപ്പോഴാണ് മക്കളടിക്കുക, കൊല്ലപ്പെടുക എന്ന് പോലും പറയാൻ പറ്റാത്ത പരിതസ്ഥിതിയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? പൈശാചികത മുറ്റി നിൽക്കുകയാണ്. നമ്മുടെ വീടുകളൊക്കെ ഖബർസ്ഥാനുകളാകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. സുന്നത്ത് നമസ്കാരങ്ങളില്ല, വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ല. അങ്ങനെയുള്ള വീടുകൾ ഖബറുകൾക്ക് സമാനമാണ് എന്ന് പ്രവാചകൻ പറയാൻ. അപ്പൊ അതുകൊണ്ട് മഗ്‌രിബിന് ശേഷം ഒരു 5 മിനിറ്റ് ഖുർആൻ പാരായണം, എന്നിട്ട് കുട്ടികൾ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിക്കട്ടെ, അവരുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവർ മത്സരിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഡിസ്കഷനും മറ്റുള്ള ലൈഫ് കാര്യങ്ങളും ജോലിയും മറ്റുള്ള വർത്തമാനങ്ങളും സംസാരങ്ങളും എല്ലാം മഗ്‌രിബിന് നമ്മൾ വീട്ടിലുണ്ട് എങ്കിൽ വീട്ടിലില്ലെങ്കിലും മൊബൈലിലെ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് എവിടെയാണോ നമ്മൾ ഉള്ളത് എങ്കിൽ അവിടെ ന്യായമായി അല്പസമയം ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ റമദാനിൽ ഖുർആനിനോട് അങ്ങേയറ്റം അദമ്യമായ ബന്ധം പുലർത്തിയ ഞാനിതാ അല്ലാഹുവേ 5 ആയത്ത് ലീലാഫി ഖുറൈശ്, അല്ലെങ്കിൽ വൽ അസ്ർ, അതല്ലെങ്കിൽ വല്ലുഹ, അതല്ലെങ്കിൽ സബ്ബിഹിസ്മ, സൂറത്തുൻ നബ 2-3 മിനിറ്റ് കൊണ്ട് പാരായണം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു അധ്യായം സെലക്ഷൻ നടത്തിയിട്ട് അങ്ങനെ ഓതുന്ന ഒരു പതിവുണ്ടാക്കണം. നമ്മൾ പലപ്പോഴും ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, സുബൈക്ക് ശേഷമുള്ള ഖുർആൻ പാരായണം മലക്കുകൾ സാക്ഷ്യം വഹിക്കുമെന്നാണ്. അതൊക്കെ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ് ഖുർആൻ ഓതാൻ തുടങ്ങിയ ശീലമൊക്കെ ഉണ്ടായി. സുബൈക്കൊക്കെ നമ്മൾ പങ്കെടുത്തു എങ്കിൽ ആ സമയത്തും ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതല്ലെങ്കിൽ അതിന്റെ അർത്ഥസഹിതം ഒരു 10 ആയത്തും ആ ആയത്തിന്റെ അർത്ഥവും ഒക്കെ ഒന്ന് വായിച്ചു തീർക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ രാത്രി നമസ്കാരം. നമ്മൾ റമദാൻ ആയപ്പോൾ രാത്രി നമസ്കരിച്ചു, തറാവിയായി നമസ്കരിച്ചു. അവസാനത്തെ 10-ലെത്തിയപ്പോൾ അതിന്റെ ആവേശം പാരമ്യത്തിലെത്തി. നിർണയത്തിന്റെ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖിയാമുൽ ലൈലായി നിസ്കരിച്ചു. അതൊക്കെ ഉചിതമാണ്, അങ്ങേയറ്റം പ്രതിഫല സാധ്യതയുള്ളതാണ്. രാത്രി നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയമാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ. അപ്പൊ റമദാനിലാണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് എനിക്ക് ഉറങ്ങി എഴുന്നേറ്റ് ആ നമസ്കാരം നിർവഹിക്കണം. അല്ലെങ്കിൽ 10 ആൾ വിചാരിക്കുക നമുക്ക് സംഘടിതമായിട്ട് തറാവീഹിന് അറ്റൻഡ് ചെയ്യുന്നില്ല. അതേ അവസരത്തിൽ രാത്രി നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനജനകമാണ്, നമസ്കരിക്കാവുന്നതാണ്. കാരണം ശ്രേഷ്ഠമായ സമയമാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോ എന്നാൽ നമ്മൾ റമദാനിലാക്കി അത് പരിമിതപ്പെടുത്താൻ പാടില്ല. പ്രവാചകന്റെ ഹദീസിൽ മകാന യസീദു റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, പ്രവാചകൻ റമദാനിലോ അല്ലാത്ത കാലത്തോ 11 റക്അത്തിലധികം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഇത് റക്അത്തിന്റെ എണ്ണത്തിന് മാത്രമല്ല തെളിവ് പിടിക്കേണ്ടത്, മറിച്ച് റമദാനിലും പ്രവാചകൻ നിസ്കരിച്ചിട്ടുണ്ട്, റമദാൻ അല്ലാത്ത കാലത്തും 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാത്രി നമസ്കാരങ്ങളിൽ റമദാനിന് ശേഷം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓപ്ഷൻസ്. എങ്ങനെയാണ് നമുക്ക് രാത്രി നമസ്കാരം നിലനിർത്താൻ കഴിയുക? പ്രവാചകൻ പറഞ്ഞു, ഒരു റക്അത്ത് കൊണ്ടെങ്കിലും വിത്തറാക്കാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പൊ ഈ മെസ്സേജ് നമ്മൾ മക്കൾക്ക് കൊടുക്കണം, നമ്മൾ നമ്മോട് തന്നെ കൊടുക്കണം. എന്നിട്ട് ഈ റമദാൻ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം ആ ശീലം. എന്റെ രാത്രി നമസ്കാരം ഇശാഇന്റെ 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞാൽ 1 റക്അത്ത് പ്രാരംഭ പ്രാർത്ഥന ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ടായിരിക്കും ഞാൻ ഉറങ്ങുക എന്ന്. അതല്ല റമദാനിൽ ഖിയാമുൽ ലൈലിനൊക്കെ പങ്കെടുത്തു എങ്കിൽ അതിന്റെ ഒരു നിലവാരം തുടർന്ന് നമ്മൾ കാണിക്കണം, ആ ഒരു ഈമാനിക ആവേശം. അപ്പൊ അതെങ്ങനെയാണ്? 3 റക്അത്ത് സബ്ബിസ്മാ കുല്യാൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, 1 സിംഗിൾ റക്അത്ത് വിത്റാക്കുക. അതുകൊണ്ട് ആ രാത്രി നിസ്കാരത്തിന് വിത്രി എന്ന പേര്. അതല്ല, ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രയധികം നിഅമത്തുകൾക്ക് നടുക്ക് നമ്മൾ ജീവിക്കാൻ. ലയിൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ ഇനിയും നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് പറയാൻ. അപ്പൊ അത്താഴത്തിനൊക്കെ നമ്മൾ 1 മാസം എഴുന്നേറ്റ ശീലം എന്തിനു വേണ്ടിയായിരുന്നു? സുബൈ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് 3/4 മണിക്കൂർ, അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കാത്ത ആരാണ് ഇസ്ലാമിക സമൂഹത്തിലുള്ളത്? 1 മാസത്തോളം അങ്ങനെ പരിശീലിച്ചു എങ്കിൽ ആ പരിശീലനത്തെ തുടർന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടേ. എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഇനിയും അത്താഴത്തിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാനല്ല, മറിച്ച് അത്താഴത്തെയും അതേപോലെ തന്നെ അത്താഴ സമയത്തുള്ള നമസ്കാരത്തെയും ഒരേ പദപ്രയോഗം സഹർ തസഹറു സഹർ എന്നാ പ്രയോഗിച്ചത്. ഒബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് പാപമോചനം തേടുന്നവരാണ് എന്ന്, അഥവാ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്. അപ്പൊ 1 മാസം അത്താഴത്തിന് എഴുന്നേറ്റ ഒരു മുസ്ലിം ആത്മാർത്ഥമായ ഇഖ്ലാസോടെ ഇഹ്തിസാബോടെ പ്രതിഫലേച്ഛയോടെ ആത്മീയ ബോധത്തോടെ
എഴുന്നേറ്റത് എങ്കിൽ അതിന് തുടർച്ച ഉണ്ടാക്കണം. അപ്പോൾ പെരുന്നാളിന്റെ അന്നും നമ്മൾ സുബൈന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു 3 റക്അത്ത്, അതല്ലെങ്കിൽ 5 റക്അത്ത്, 7 റക്അത്ത്, 9, മാക്സിമം 11, ഓരോരുത്തരും അവരവരുടെ ഹിഫ്ള് അനുസരിച്ച് ഈമാനിക കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് 3 റക്അത്ത് നമസ്കാരം ശീലാക്കുക. പിന്നെ അതങ്ങനെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ റക്അത്തുകൾ എണ്ണം കൂട്ടി ആയത്തുകൾ സുദീർഘമായി പാരായണം ചെയ്യുന്ന 2, 2, 1 അങ്ങനെ ആയത്തുകൾ കൂടുതൽ ഓതിയിട്ട് നമസ്കരിക്കുന്ന രാത്രി നമസ്കാരമാക്കിയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് രാത്രി നമസ്കാരത്തിന്റെ ഇസ്തിംറാർ, അതിന്റെ തുടർച്ച ഉണ്ടാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല എന്ന ഹദീസിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മം പതിവാക്കുന്നതാണ്. വഇൻ ഖല്ല, കുറഞ്ഞാലും. 11 റക്അത്ത് റമദാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. റമദാൻ കഴിഞ്ഞാൽ 3 റക്അത്ത്, 5 റക്അത്ത്, 1 റക്അത്ത്, ഒന്നിലും കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായാൽ റമദാനിന്റെ ആവേശം അത് റമദാനിലേക്ക് മാത്രമാകുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിമുൻ മുനാഫിഖുൻ, മുസ്ലിമുൻ മുത്തഖി, ഈ രണ്ടാലൊരു ടീമിലേക്ക് നമ്മളിങ്ങനെ മെല്ലെ എത്തിപ്പെടുന്നത് ഉണ്ടാകും. അതിൽ മുസ്ലിമുൻ മുത്തഖിയായ ധർമ്മനിഷ്ഠ പാലിക്കുന്ന മുസ്ലിമിലേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുടെ വിഷയം, ദാനധർമ്മങ്ങളിലൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് മത്സരിക്കുകയായിരുന്നു റമദാനിൽ, യാതൊരു സംശയവും അതിന്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് ഇസ്ലാമിക ഉമ്മത്ത് പ്രതിവർഷ റമദാനിലൂടെ അവശരായ ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റമദാൻ കഴിഞ്ഞാൽ ആവശ്യക്കാരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. അപ്പൊ റമദാൻ കഴിഞ്ഞാൽ ഇനി കൊടുക്കേണ്ടതില്ല എന്നൊന്നില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഷെഡ്യൂൾ ചെയ്യണം. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വെള്ളിയാഴ്ച പള്ളിക്ക് വേണ്ടി നിശ്ചിത സംഖ്യ, പാവപ്പെട്ടവർക്ക് വേണ്ടി നിശ്ചിത സംഖ്യ, ഒരു 10 രൂപയെങ്കിലും ചെലവഴിക്കാത്ത ആഴ്ചയിൽ ഒരു ദിനം എനിക്കുണ്ടാവുകയില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കൊടുക്കാൻ സാധ്യതയുള്ള സംരംഭങ്ങളുമായി സഹകരിക്കണം. അവിടേക്ക് എൻ്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സാന്നിധ്യം കൊണ്ടും സേവനം കൊണ്ടും സജീവമായി തീരണം. അതൊക്കെ സഹാനുഭൂതിയുടെ റമദാൻ എന്ന ഹദീസിലെ പദപ്രയോഗത്തിലൂടെ ഞാൻ റമദാനിൽ ശീലിച്ചതാണ്. അതിന് തുടർച്ച ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ബോധ്യമുള്ളവരായി തീരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ കർമ്മങ്ങളും നാഥൻ സ്വീകരിക്കണം, അപ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തിയിലെത്തുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബ നിർമ്മാണത്തിന് ശേഷം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന് വിനയത്തോടുകൂടി 2 മഹാപ്രവാചകന്മാർ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നിർവഹിച്ച തൗഹീദി ഭവനത്തിന്റെ കർമ്മമാണത്. അള്ളാഹ്ക്കറിയാം അത് ഇഖ്ലാസോടു കൂടിയാണ് നിർവഹിക്കുന്നത് എന്ന്, താൻ നിർദ്ദേശിച്ച കർമ്മമാണ് നിർവഹിച്ചത് എന്നും അള്ളാഹ്ക്കറിയാം. എന്നിട്ടും അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മളൊക്കെ നിർവഹിക്കുന്ന കർമ്മങ്ങളിലെ പാകപ്പിഴവുകൾ ഉണ്ടാകും. ഈമാനി, ഇഹ്തിസാബ്, തഖ്വ, ഖുശൂഅ്, ഭക്തി, സൂക്ഷ്മത പ്രതിഫലിച്ച വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥന കൂടി ആഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് പടച്ച റബ്ബ് പരിഗണിക്കുമോ എന്ന വിഷയത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം, നമുക്ക് ഈ കിട്ടിയ ഒരു ഈമാനിക നിർവൃതിയുണ്ട്. സൽക്കർമ്മങ്ങളോട് വല്ലാത്തൊരു ആഭിമുഖ്യം പുലർത്താനുള്ള മനസ്സുണ്ട്. കുടുംബ മേഖലകളിലൊക്കെ ഒരു ഇസ്ലാമിക് കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. നമ്മളിലും മക്കളിലുമൊക്കെ ഒരു ഇസ്ലാമീയത്തുണ്ടായി. ഇനി ഇത് നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ കർമ്മങ്ങളിലൊക്കെ തുടർച്ചയുണ്ടാക്കുകയും അതിന്റെ കൂടെ പടച്ച റബ്ബിനോടുള്ള പ്രാർത്ഥന ആയുധമാക്കി സ്വീകരിക്കുകയും ചെയ്യുക. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ, റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ തുസിഅ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിമറിക്കരുത്. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകിയതിനു ശേഷം, ഹിദായത്ത്, ഇസ്ലാമിക ബോധവും തഖ്വയും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായ റബ്ബേ, ഏതാണ് ശരി തെറ്റ്, ധർമ്മം അധർമ്മം, മോശമായത് നല്ലത് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഖുർആനിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു വഴി തൗഫീഖ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ആ വഴിയിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിക്കരുതേ എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹദീസിലും പ്രാർത്ഥനകളുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, നിന്റെ ദീനിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുടെ തുടർച്ചയും ഉണ്ടായിക്കഴിഞ്ഞാൽ
വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും കൂടുതൽ ആത്മീയത നിലനിൽക്കുന്ന അനുഗ്രഹീത അവസ്ഥയുണ്ടാകും. അതാണ് നമുക്ക് വേണ്ടത്. ഏത് സമയത്ത് ഏത് മാസത്തിൽ മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാലും കർമ്മങ്ങളുടെ വിയർപ്പ് കണങ്ങളുമായിട്ട് അധ്വാനവുമായി പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ കഴിയണം. അതിനൊക്കെ ഊർജ്ജസ്വലമായ അവസരമാണ് റമദാനിന്റെ ഈ അവസാന സമയങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഉത്ബുദ്ധതയോടെ ഉറ്റാലോചനയോടെ ഈ നിമിഷങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി കർമ്മങ്ങളിലൂടെയും ഇസ്തിഗ്ഫാറുകളിലൂടെയും പടച്ച റബ്ബിലേക്ക് നമ്മൾ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بشهر رمضان المبارك خاصة بليلة القدر وبالقرآن العظيم الكريم والصلاة والسلام على القائل من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ എല്ലാ സമയ സന്ദർഭങ്ങളിലും മാസവർഷ ദിവസ വ്യത്യാസമില്ലാതെ പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ദീനീ വിധിവിലക്കുകൾക്ക് പ്രഥമ പരിഗണന നൽകുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈദുൽ ഫിത്തർ സമാഗതമാകും. ഫിത്തർ പെരുന്നാളിലേക്കുള്ള ഒരുക്കങ്ങൾ കൂടി ഫിത്തർ സകാത്തൊക്കെ നിർവഹിച്ച് വിശുദ്ധ റമദാനിൽ ഏറ്റവും അവസാനം നിർവഹിക്കേണ്ട കർമ്മം അതുവരെ നിർവഹിച്ച് നമ്മൾ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയാണിത്. ആരെങ്കിലും ഫിത്തർ സക്കാത്ത് നൽകാനുണ്ട് എങ്കിൽ അത് നൽകണം. അള്ളാഹുവിൻ്റെ കാരുണ്യമാണത്. അവശരായ ആളുകളോടും നോമ്പ് നോൽക്കുന്ന പാപം വരാൻ സാധ്യതയില്ല നമുക്കും നിർണയത്തിൻ്റെ രാവടക്കം കിട്ടി, അല്ലെങ്കിൽ അവസാനത്തെ 10 അവസാന നിമിഷങ്ങളിലൂടെയും വന്ന് ഇനിയും എന്തെങ്കിലും നമ്മുടെ റമദാനിക ജീവിതത്തിൽ നോമ്പിനെ പോറലേൽപ്പിക്കുന്ന വല്ലതുമുണ്ട് എങ്കിൽ അതിനെ പൊറുപ്പിക്കുന്ന പരിഹരിക്കുന്ന സവിശേഷതയാണ് ഫിത്തർ സക്കാത്തിനുള്ളത്. തുഹറത്തൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി, അനാവശ്യങ്ങളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് നോമ്പുകാരനെ ശുദ്ധീകരിക്കുകയാണ് ഫിത്തർ സക്കാത്ത്. വതുഅമത്തൽ ലിൽ മസാകീൻ, അഗതികളായ ആളുകൾക്കുള്ള അന്നം ഉറപ്പുവരുത്തലുമാണ്. ഇസ്ലാമിക ആഘോഷത്തിന്റെ മാനവികതയാണത്. 2 പെരുന്നാളുകളുടെയും കൂടെ ഈദുൽ അദ്ഹ ബലിമാംസവും ഈദുൽ ഫിത്തർ സക്കാത്തും ഉണ്ടോ, രണ്ടിലും ഭക്ഷണം ഉറപ്പുവരുത്തലാണ്. ഫിത്തർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ടൺ കണക്കിന് അരിയാണ് കൊടുക്കപ്പെടുന്നതും ലഭിക്കപ്പെടുന്നതും. പാവപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കുമ്പോൾ പെരുമയുള്ള നാളിൽ നമ്മൾ ആ സുദിനം, ആ പെരുന്നാൾ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ ആ ദിവസത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന ഉറപ്പുവരുത്തൽ ആത്മീയതയിൽ വളരെ പ്രധാനമാണ്. പടപ്പുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നതാണ്. അപ്പൊ നീക്കി വെക്കുന്നത് അവശരായ ആളുകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടിയാണ്. അപ്പൊ അവിടെയും പെരുന്നാളിന്റെ മാഹാത്മ്യമാണ് ഫിത്ർ സക്കാത്തിലൂടെ. പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന അവസ്ഥയും അതിലുണ്ട് എന്നാണ്. അള്ളാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓർമ്മപ്പെടുത്തലുകൾ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. പെരുന്നാളിന് പുതുവസ്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക സുന്നത്താണ്. പുതുവസ്ത്രമില്ല എങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണമെന്ന് ഹദീസിലൂടെ അറിയിച്ചിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ പുതുവസ്ത്രം എടുക്കണം. പുതുവസ്ത്രം എടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട് എങ്കിൽ അവർക്കത് എടുത്തു കൊടുക്കുന്നത് വലിയ സ്വതക്കയാണ്. നമ്മുടെ മക്കൾ പുതുവസ്ത്രം ധരിച്ച് ഈദ്ഗാഹുകളിലേക്കൊക്കെ പോകുമ്പോൾ പുതുവസ്ത്രം സാമ്പത്തിക പരാധീനത കൊണ്ട് ധരിക്കാൻ കഴിയാത്ത, എടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട് എങ്കിൽ അവരെ നമ്മൾ അറിയാത്ത മേനി നടിച്ച് നമ്മുടെ പെരുന്നാൾ മാത്രം പെരുമയുള്ള നാളാക്കി മാറ്റരുത്. എല്ലാവരുടേതുമാണ് പെരുന്നാൾ. ആബാലവൃദ്ധ മനുഷ്യരുടെ ഒരുമകൾക്കിടമില്ലാത്ത കാലത്ത് മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഇടമാണ് ആഘോഷങ്ങൾ സമ്മാനിക്കുന്നത്. ഈദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആവർത്തിച്ചു വരുന്നത് എന്നാണ്. ആദ യഊദു ഈദ്, ആവർത്തിച്ചു വരുംതോറും അങ്ങേയറ്റത്തെ സന്തോഷം പ്രദാനം ചെയ്യുന്ന നിമിഷമാണ് പെരുന്നാളുകൾ എന്ന് പറയുന്നത്. അതല്ലാതെ ആവർത്തിച്ചു വരുമ്പോൾ അലോസരം ഉണ്ടാക്കുന്നതല്ല.
കൂടുതൽ ആത്മീയതയും ആത്മസംസ്കരണവും ആമോദവും ആഹ്ലാദവും ആണ് ആഘോഷത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്ന പരിതസ്ഥിതി വിശ്വാസി സമൂഹം വ്യത്യസ്ത സംവിധാനങ്ങളിലൂടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സുഗന്ധം പൂശല്, പെരുന്നാളിന് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കല് ഫിത്ർ പെരുന്നാളിന് സുന്നത്താണ്, ബലിപെരുന്നാളിന് അതിന് ശേഷം. എന്നാൽ ഫിത്ർ പെരുന്നാൾ അല്പം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടലാണ്. അതേപോലെ തന്നെ പെരുന്നാളിനെ കൂടുതൽ മഹാത്മ്യമുള്ളതാക്കി തീർക്കുന്നത് തക്ബീറിന്റെ ഉച്ചാരണമാണ്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയത് കൊണ്ട് ഇങ്ങനെ ഒരു വൃത്തിയും വെടിപ്പും വിശുദ്ധിയും വിമോചനവുമുള്ള മതത്തിലെ അംഗങ്ങളാക്കി മാറ്റിയതിന്റെ പേരിൽ നിങ്ങൾ പടച്ച റബ്ബിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ നമസ്കാരത്തിൽ പറയാറുണ്ട്. എന്നാൽ പെരുന്നാളാകുന്ന സമയത്ത് ഈദ്ഗാഹുകളിൽ എത്തി നമസ്കാരം തുടങ്ങുന്നത് വരെ ഫിത്ർ പെരുന്നാളിന് തക്ബീറുകൾ അങ്ങനെ മൊഴിഞ്ഞുകൊണ്ടേയിരിക്കണം. മക്കളോടൊക്കെ അത് പറയണം. ഈദ്ഗാഹുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ചൊല്ലണം, വീട്ടിൽ നിന്ന് ചൊല്ലണം. ഈദ്ഗാഹുകളിൽ ഇരുന്ന് തക്ബീറുകൾ ഉച്ചരിക്കാൻ സമയം കണ്ടെത്തി അവിടെ എത്തിപ്പെടുകയും വേണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീറുകൾ എന്ന് പറയുന്നത് അഹങ്കാരത്തിനെതിരെയുള്ള ആഞ്ഞടിക്കലാണ്. ഓരോ തക്ബീറും എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് മനുഷ്യർ ആഢ്യത്വവും അഹങ്കാരത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എങ്കിൽ അഹങ്കരിക്കാൻ വകുപ്പുള്ളവൻ പടച്ച റബ്ബ് മാത്രമാണ്. അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലിയവൻ. മനുഷ്യർ അഹങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം നന്നേ നശിച്ചു പോകും. എന്നാൽ നീയാണ് അഹങ്കരിക്കാൻ ഉടയവൻ. അള്ളാഹുവെ, ഞങ്ങൾക്കതിന് സാധ്യമല്ല, നിസ്സഹായരായി തീരുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അല്ലാഹു അക്ബർ, നീയാണ് വലിയവൻ എന്ന് അർത്ഥബോധനത്തോടെ തക്ബീറുകൾ ചൊല്ലണം. അതേപോലെ തന്നെ സാഹോദര്യം, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യം, അതിനുള്ള പരസ്പര പ്രാർത്ഥന അടങ്ങിയിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഈദ് മുബാറക് എന്നതിലുപരിയായിക്കൊണ്ട് ആത്മീയമായി നമ്മൾ പറയേണ്ട പ്രയോഗം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ഒരു മാസക്കാലത്തെ വ്രതജീവിതത്തിലെ ഉപവാസത്തിലെ സൽക്കർമ്മങ്ങളുടെ അധ്വാനത്തിലായിരുന്നു. നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ എന്ന നിലക്കുള്ള തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ എന്ന് പരസ്പരം പറയാൻ കഴിയണം. സ്നേഹം പുതുക്കാനും ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും വേണ്ടി നിങ്ങൾ ഈദ്ഗാഹുകളിലേക്കൊരു വഴിയിലൂടെ പോകുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യുക എന്നത്. അവിടെ വിശ്വാസികൾ ഒന്നാണ് എന്ന മെസ്സേജ്. അതേപോലെ തന്നെ എല്ലാ മനുഷ്യരോടും മൈത്രിയുടെ, മാനവികതയുടെ, സാഹോദര്യത്തിന്റെ മെസ്സേജ് കൊടുക്കേണ്ട ഇടങ്ങളാണ് രണ്ട് വഴിക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. മനുഷ്യരുമായി ബന്ധമില്ലാതെ പടച്ച റബ്ബുമായി ബന്ധം നിലനിർത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് ഇസ്ലാമിക ആത്മീയതയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരുമായി എപ്പോഴും ബന്ധമുണ്ടാകണം. സാമൂഹിക ജീവിതത്തിന്റെ ഇഴയടുപ്പങ്ങളുടെ നിറം നഷ്ടപ്പെടുത്തുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അതിനൊക്കെ എതിരെയുള്ള പ്രതിരോധത്തിന്റെ സാഹോദര്യ സ്നേഹ സംഗമമായിക്കൊണ്ട് പെരുന്നാളിന്റെ സുദിനത്തെ മാറ്റാൻ വിശ്വാസി സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നോമ്പിൽ ആർജിച്ചെടുത്ത തഖ്വ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആഘോഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്ന, വിധിവിലക്കുകൾ നഷ്ടപ്പെടുത്തുന്ന, എടുത്ത ഡ്രസ്സ് കൊണ്ട് ഇസ്ലാമിന്റെ ഡ്രസ് കോഡിലെ ഭക്തി നഷ്ടപ്പെടുത്തി കളയുന്ന, യാത്രാ ടൂറി എന്ന പേരിലൊക്കെ പോയി അവസാനം എന്താണോ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കാതെ എന്നാൽ ഉപരിപ്ലവമായിക്കൊണ്ട് ആഘോഷ നിർവൃതിയിലേക്ക് ചേക്കേറുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ഭക്തിയിൽ അധിഷ്ഠിതമായ പെരുമയുള്ള നാളാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ രണ്ട് ആഘോഷങ്ങളും. ഒന്ന് ഹജ്ജ് എന്ന അനുഷ്ഠാന കർമ്മത്തിന്റെ അതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് എങ്കിൽ ഈദുൽ അദ്ഹ, ഇത് നോമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈദുൽ ഫിത്ർ വരുന്നത്. രണ്ടിന്റെയും മെസ്സേജ് തവക്കുലും തൗഹീദും തസ്കിയത്തും തഖ്വയും തന്നെയാണ്. നഷ്ടപ്പെടാത്ത വിധത്തിലെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഘോഷത്തിലെയും ആരാധനകളിലെയും അനുഷ്ഠാന മുറകളിലെയും വിധിവിലക്കുകളോട് കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ കർമ്മധർമ്മങ്ങളും നീ കബൂൽ ചെയ്യണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ. മാതാപിതാക്കളുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് അള്ളാഹുവെ നീ സ്വർഗത്തിന്റെ അനുഭൂതി പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിലെ രോഗികളായ ആളുകൾ അവരതാ ചികിത്സക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നു, സമയം കണ്ടെത്തുന്നു, യാത്ര തിരിക്കുന്നു. ശമനം നീയാണ് നൽകേണ്ടവൻ. അതിനു വേണ്ട ഭൗതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നു നാഥാ ഞങ്ങളും അവരും. അള്ളാഹുവെ, നീ പൂർണ്ണ ശമനത്തിലേക്ക് എത്തിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിതാ
സന്തോഷ സുദിനത്തെ കാത്തിരിക്കുന്നു. ഇതേ സമയത്ത് ഫലസ്തീനിൽ അശാന്തി നിറഞ്ഞ ലോകക്രമത്തിൽ അങ്ങേറ്റത്തെ പ്രയാസത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾ അനേക ലക്ഷങ്ങൾ. നീ അതിജീവനം നൽകണമേ നാഥ, അവർക്ക് നീ പ്രതീക്ഷ നൽകണമേ നാഥ, സമാധാനം തിരിച്ചു നൽകണമേ നാഥ. ആ മണ്ണ് അവർക്ക് പൂർണ്ണമായി അവരുടെ വരുതിയിലേക്ക് എത്തിക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر المظلومين في جميع انحاء العالم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل صيامنا وقيامنا وصدقاتنا وزكاتنا وأذكارنا وتلاوتنا وصالح أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.